അതെ, പിണറായി വിജയന്റെ തലസ്ഥാനത്തെ വാടക വീട്ടിലും പിണറായിയുടെ സ്വന്തം വീട്ടിലും ഇ ഡി റെയ്ഡ് എന്നുള്ളതാണ്. നമുക്ക് തത്സമയ വിവരങ്ങളിലേക്ക് പോകാം. CMRL മാസപ്പടി ഇടപാട് കേസിൽ 12 ഇടങ്ങളിലാണ് ഇപ്പോൾ മിന്നൽ പരിശോധന നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ശ്യാമപ്രസാദും കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ചേരുന്നുണ്ട്. ആദ്യം ശ്യാമപ്രസാദിലേക്ക് പോകാം. ശ്യാം, കഴിഞ്ഞ ദിവസമാണ് ഇ ഡി അന്വേഷണം മരവിപ്പിക്കണം എന്നുള്ള ഹർജി ഹൈക്കോടതി തള്ളിയത്. പിണറായിയുടെ വീട്ടിൽ ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടക്കുകയാണ്. തത്സമയം തന്നെ കണ്ണൂരിലെ വീട്ടിലും നടക്കുന്നുണ്ട്. ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? മിഥുൻ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? മിഥുനിലേക്ക് എത്താം. വളരെ സുപ്രധാനമായ ഒരു നീക്കം തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലസ്ഥാനത്തെ വാടക വീട്ടിലും പിണറായിയിലെ സ്വന്തം വീട്ടിലുമാണ് ഇ ഡി റെയ്ഡ് നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇ ഡി റെയ്ഡ് ആരംഭിച്ചു. ഒരേ സമയം തന്നെ തലസ്ഥാനത്തെ വാടക വീട്ടിലും അതോടൊപ്പം കണ്ണൂരിലെ പിണറായിയുടെ വീട്ടിലുമാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇ ഡി അന്വേഷണം തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇ ഡി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ CMRL എക്സാലോജിക് പങ്ക് എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം എന്നുള്ളതാണ്. എന്തെല്ലാം സുപ്രധാനമായ കാര്യങ്ങളായിരിക്കും ഇ ഡി കണ്ടെത്തുക എന്നുള്ളതും ഏറെ നിർണായകം തന്നെയാണ്. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഉള്ള അന്വേഷണം നടപടികളും തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വീണയ്ക്ക് വളരെ നിർണായകമാണ്. പിണറായി വിജയന് മാത്രമല്ല, മകൾ വീണയ്ക്കും ഇത് നിർണായകം തന്നെയാണ്. ഇപ്പോൾ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. വാടക വീടാണ് ഈ ബേക്കറി ജംഗ്ഷനിലുള്ളത്. ഒപ്പം കണ്ണൂരിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. മാത്രമല്ല 12 ഇടങ്ങളിലാണ്, അതായത് ഈ CMRLുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ശ്യാം ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ശ്യാമുണ്ട്. ശ്യാം, പറയൂ. രോഹിണി, അശ്വതി, എന്തായാലും മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം ഇപ്പോൾ പിണറായിയുടെ വസതിയിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തും കണ്ണൂരിലും അടക്കമുള്ള വസതികളിലാണ് ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ പുലർച്ചയോടുകൂടി തന്നെയാണ് ഇവിടെ ഇ ഡി സംഘം എത്തുകയും തുടർന്ന് പരിശോധനകൾക്കായി നിലവിൽ നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർ വീടിനകത്തുണ്ട്. അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ പരിശോധനകൾ തുടരുന്നത്. എന്തായാലും എക്സാലോജിക്കും CMRL ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ പ്രകാരമുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികളും സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഹർജി ഹൈക്കോടതിയിലുണ്ടായിരുന്നു. ഈ ഹർജി ഹൈക്കോടതി തള്ളിയ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ CMRL MD SR ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അന്വേഷണത്തിന് സമൻസ് അയച്ചെന്നും ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്നുമായിരുന്നു ഇവർ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ജസ്റ്റിസ് TR രവി, ഹൈക്കോടതി ജഡ്ജി കൂടിയ ജസ്റ്റിസ് TR രവി ഈ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് പ്രധാനമായും ഇത്തരത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ന് നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ പ്രതിപക്ഷ നേതാവും കൂടിയാണ്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും വീടുകളിലാണ്, ഈ വസതികളിലാണ് റെയ്ഡ് നടക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം കഴിയും മാസപ്പടി കേസിൽ പിണറായിയുടെ മകൾ വീണ വിജയൻ്റെ കൂടി പേരുകളെല്ലാം തന്നെ ഉയർന്നു വരുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ AKG സെൻറ്ററിൻ്റെ അടക്കം മേൽവിലാസം നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന നടപടിക്രമങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പരിശോധനകളെല്ലാം തന്നെ ആയിരിക്കും ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. എന്തായാലും നിലവിൽ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുമായുള്ള കരാറെല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ള പരിശോധനകളെല്ലാം തന്നെ നടത്തുകയും ചെയ്യും. ഇൻവോയ്സ് പകർപ്പുകളും ഇവിടെ നിന്ന് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്, ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ അക്കൗണ്ട്സ് വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെടുകയും ചെയ്യും. എന്തായാലും ഇ ഡിയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പുറത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക കമ്പനി സേനകളിലെല്ലാം തന്നെയാണ് പുറത്ത് സുരക്ഷാ സേനയുണ്ട്. അവരുടെ ഒരു കാവലിൽ തന്നെയാണ് അകത്ത് ഇ ഡിയുടെ പരിശോധന തുടരുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായിയുടെ വസതിയിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. എന്തായാലും മാസപ്പടി കേസിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജി തള്ളിയതോടുകൂടി തന്നെയാണ് ഇ ഡിയുടെ ഇപ്പോൾ അതീവ ജാഗ്രതയോടുകൂടിയുള്ള ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അശ്വതി, രോഹിണി.
അതെ, അതായത് ശ്യാമപ്രസാദ്, ഇ ഡി അന്വേഷണം തുടരാം എന്നുള്ള ഹൈക്കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇ ഡി കൃത്യമായി റെയ്ഡിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായി തന്നെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചേ മതിയാവുകയുള്ളൂ. ഇനി ഒരു ചോദ്യമുനയിലേക്ക് വീണ്ടും ഇവരെല്ലാം എത്താനുള്ള ഒരു സാഹചര്യം കൂടിയല്ലേ വരുന്നത്. CMR ഉദ്യോഗസ്ഥരും വീണ തൈക്കണ്ടിയിലുമൊക്കെ ഇനി ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ കൃത്യമായ ഉത്തരം നൽകിയല്ലേ മതിയാവുകയുള്ളൂ. തീർച്ചയായും അശ്വതി, ഇത്തരത്തിൽ ഒരു ചോദ്യമുനയിലേക്ക് തന്നെയാണ് പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കമുള്ളവർ വരുന്നത്. നിലവിൽ ഹൈക്കോടതിയിലെ ഈ ഹർജി തള്ളിയ സാഹചര്യത്തിൽ കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടികളിലേക്ക് ഇനി വിധേയരാകേണ്ടി വരും. ബാംഗ്ലൂരിലടക്കം പോയി ഇ ഡിയുടെ ചോദ്യം ചെയ്യലുകൾക്കെല്ലാം തന്നെ വീണ വിജയൻ അടക്കമുള്ളവർ വിധേയരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലായിരുന്നു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ആ ഹർജി തള്ളിയതോടുകൂടി തന്നെയാണ് ഇ ഡിയുടെ അതീവ നീക്കം ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനകളും ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദിച്ചറിയുകയും അതിൻ്റെ പകർപ്പുകളും വിശദാംശങ്ങളും ആവശ്യപ്പെടുകയും ചെയ്യും. കണ്ണൂരിലും ഇതേ സമയം തന്നെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വസതിയിലും റെയ്ഡ് പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ അതീവ സുരക്ഷയോടുകൂടി തന്നെ ഈ നിർദ്ദേശം പുറത്തു പോകാത്ത തരത്തിൽ തന്നെയാണ് നിലവിൽ ലോക്കൽ പോലീസിൽ പോലും കാര്യമായി അറിയിക്കാതെ തന്നെയാണ് നിലവിൽ കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക യൂണിറ്റ് ഇവിടെ എത്തി ഈ റെയ്ഡിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അതീവ ജാഗ്രതയോടുകൂടിയുള്ള നീക്കം തന്നെയാണ് ഈ ഒരു സമയം നടന്നിരിക്കുന്നത്.